പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ തുടർച്ചയാണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം PR ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. രണ്ടാമത് സെപ്റ്റംബർ മാസത്തിൽ 21-ാം തീയതി മുഖ്യമന്ത്രി അതേ കാര്യങ്ങൾ മലപ്പുറത്തെക്കുറിച്ചും സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള ഒരു പത്രസമ്മേളനം നടത്തി. 29-ാം തീയതി സെപ്റ്റംബർ 29-ാം തീയതി അദ്ദേഹം ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുക്കാത്ത ചില കാര്യങ്ങൾ കൂടി വന്നു. ആ കൊടുക്കാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊടുത്ത PR ഏജൻസിക്കെതിരായി ഒരു കേസ് കൊടുത്തില്ല. ഇപ്പോൾ ആ മൂന്ന് കാര്യങ്ങളും ഒരേ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത സാധനങ്ങളാണ്. സെപ്റ്റംബർ 11, 13, സെപ്റ്റംബർ 21, സെപ്റ്റംബർ 29. അതിൻ്റെ തുടർച്ചയാണ് പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. ഉജ്ജ്വലമായ മതേതരത്വ മാതൃക ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ. ഈ മുനമ്പം വിവാദമുണ്ടായപ്പോൾ എല്ലാവരും ഭിന്നിപ്പിൻ്റെ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻകൈയെടുത്ത് മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച CPM പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാലക്കാട് അതൊരു കാരണവശാലും വിലപ്പോകില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ഈ 3 വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ 3 വർഷക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുകൂടി വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും കരുതുന്നു. ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്നോട് ചോദിച്ചു. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തട്ടെ. പക്ഷേ സർക്കാരിന് ധൈര്യമുണ്ടോ? ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയാൻ? എന്താ സ്ഥിതി? കേരളത്തിൻ്റെ രൂക്ഷമായ വിലക്കയറ്റമാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോ പൂട്ടലിൻ്റെ അവസ്ഥയിലാണ്. ഖജനാവ് കാലിയാണ്. 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല. 5 ലക്ഷം രൂപ കൊണ്ട് ഒരു ഓടമണിയാൻ പറ്റുമോ? 5 ലക്ഷം താഴെയുള്ള ചെക്കുകൾ മാറിക്കൊടുക്കില്ല, മേടിച്ചു വയ്ക്കും, പിന്നെ തരാമെന്ന് പറയും. ഒരു പൈസ ഖജനാവിലില്ല. NTV UAE to the world.